ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിനേറ്റത് വലിയ പ്രഹരമായിരുന്നു. ഇടതിന് കനത്ത തിരിച്ചടി നൽകിയ കാരണങ്ങളിൽ ഒന്നാണ് ക്ഷേമനിധി പെൻഷൻ വിതരണത്തിലുണ്ടായ പാളിച്ചകൾ. അത് കാരണം ക്ഷേമനിധി പെൻഷനിലെ പ്രശ്നങ്ങൾ എത്രയും വേഗം പരിഹരിക്കാൻ ഇടതുപക്ഷം ശ്രമിച്ചിരുന്നു. അതുമായി ബന്ധപ്പെട്ട് സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഒരു ഗഡു വിതരണം ജൂലൈ 24-ന് ബുധനാഴ്ച, അതായത് ഇന്ന് തുടങ്ങുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരുന്നതാണ്. 1600 രൂപ വീതമാണ് പെൻഷനായി വിതരണം ചെയ്യാനായി ഇരുന്നത്. അതാത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്ന് ഈ വർഷത്തെ ബജറ്റിലും പ്രഖ്യാപിച്ചിരുന്നതാണ്. ഇതനുസരിച്ച് കഴിഞ്ഞ മാർച്ച് മുതൽ അതാത് മാസം പെൻഷൻ നൽകി വരുമെന്നാണ് മന്ത്രി അറിയിച്ചത്. എന്നാൽ സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ ഒരു ഗഡു വിതരണം ഇന്ന് നടക്കില്ല. അത് ഇനിയും വൈകുന്നതാണ്. ഇതിനായി തുക അനുവദിച്ച് ഉത്തരവിറങ്ങാത്തതാണ് പെൻഷൻ വൈകാനുള്ള കാരണം. 1600 രൂപ വീതം 60 ലക്ഷത്തിൽ പരം ഗുണഭോക്താക്കൾക്ക് നൽകാനായി 900 കോടി രൂപയാണ് വേണ്ടത്. ഇതുടൻ നൽകണമെന്ന് CPM നിർദ്ദേശം നൽകിയിരുന്നതുമാണ്. തുക അനുവദിച്ചതായി പ്രഖ്യാപനവും എത്തിയിരുന്നു. എന്നാൽ ഉത്തരവ് മാത്രം ഇറങ്ങിയില്ല. തുക അനുവദിച്ചാണ് ഉത്തരവിറങ്ങേണ്ടത്. തുടർന്ന് ബാങ്ക് അക്കൗണ്ട് നമ്പർ നൽകിയിട്ടുള്ളവർക്ക് അക്കൗണ്ട് വഴിയും മറ്റുള്ളവർക്ക് സഹകരണ സംഘങ്ങൾ വഴി നേരിട്ട് വീട്ടിലും പെൻഷൻ എത്തിക്കണം. ഉത്തരവ് എന്നിറങ്ങുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. ഈ വിഷയത്തിൽ ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ഉടൻ ഇടപെടുമെന്നും സൂചനയുണ്ട്. സാമ്പത്തിക പ്രതിസന്ധിയാണ് ഉത്തരവിറങ്ങുന്നത് വൈകാൻ കാരണമെന്നും വിലയിരുത്തലുകളുണ്ട്. പെൻഷൻ വിതരണം ജൂലൈ 24 മുതൽ തുടങ്ങുമെന്ന് മന്ത്രി കെ.എൻ. ബാലഗോപാൽ അറിയിച്ചിരുന്നതാണ്. 1600 രൂപ വീതമാണ് ഗുണഭോക്താക്കൾക്ക് നൽകേണ്ടത്. അതത് മാസം പെൻഷൻ വിതരണത്തിന് നടപടി സ്വീകരിക്കുമെന്നും ഈ വർഷത്തെ ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നതാണ്. കുടിശ്ശിക വരുത്തിയ ക്ഷേമ പെൻഷൻ കുറച്ചെങ്കിലും വിതരണം ചെയ്യുന്നത് പരിഗണിച്ചുകൂടെയെന്ന് സർക്കാരിനോട് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നതുമാണ്. പെൻഷൻ മുടങ്ങിയതിനെതിരെ ഇടുക്കി അടിമാലി സ്വദേശി മറയക്കുട്ടി ഉൾപ്പെടെയുള്ളവർ നൽകിയ ഹർജി പരിഗണിക്കവെയായിരുന്നു കോടതിയുടെ ചോദ്യം. കേന്ദ്രത്തിൽ നിന്ന് കിട്ടാനുള്ള വിഹിതവും വിവിധ ഇനങ്ങളിലുള്ള സെസ്സും കിട്ടിയിട്ടും കുടിശ്ശിക പെൻഷൻ വിതരണം ചെയ്യുന്നില്ലെന്ന് മറയക്കുട്ടിയുടെ അഭിഭാഷക ബോധിപ്പിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനാൽ മരുന്ന് വാങ്ങാൻ പോലും കഴിയുന്നില്ലെന്നും ഹർജിയിൽ ആരോപിച്ചിരുന്നു. ക്ഷേമ പെൻഷൻ നിയമപരമായ അവകാശമല്ലെന്നും അതൊരു സഹായം മാത്രമാണെന്നുമാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ ക്ഷേമ പെൻഷൻ പ്രതിസന്ധിയാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന വിലയിരുത്തലും CPM നടത്തിയിരുന്നു. ഈ സാഹചര്യത്തിൽ ഇതിന് പ്രധാന മുൻഗണന നൽകാനും തീരുമാനിച്ചു. അതുകൊണ്ട് തന്നെ ക്ഷേമ പെൻഷൻ നൽകാനുള്ള ഇടപെടൽ ഉടൻ ഉണ്ടാകുമെന്നാണ് സൂചനകൾ.